ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് ഇത്തവണ. എന്തിന്റെ സമയം വരുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അടുത്ത ചോദ്യം: അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. ഏത്? ഉത്തരം: യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. അടുത്ത ചോദ്യം: യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്? ഉത്തരം: യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഇങ്ങനെയുള്ള ആരാധകരെ. അടുത്ത ചോദ്യം: ദൈവം ഡാഷ് ആണ്? യോഹന്നാൻ 4:24 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം: ആത്മാവാണ്. അടുത്ത ചോദ്യം: ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആരാധിക്കണം? ഉത്തരം: ആത്മാവിലും സത്യത്തിലും. അടുത്ത ചോദ്യം: ആര് വരുമെന്ന് എനിക്കറിയാം എന്നാണ് സമരിയാക്കാരി യേശുവിനോട് പറയുന്നത്? മിശിഹ. മിശിഹ ക്രിസ്തു വരുമ്പോൾ എന്ത് അവരെ അറിയിക്കും? ഉത്തരം: എല്ലാ കാര്യങ്ങളും. അടുത്ത ചോദ്യം: മിശിഹ ക്രിസ്തു വരുമെന്ന് സമരിയാക്കാരി പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി എന്ത്? ഉത്തരം: നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അടുത്തത്: അവന്റെ ശിഷ്യന്മാർ എന്തു കണ്ടാണ് അത്ഭുതപ്പെട്ടത്? ഉത്തരം: അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട്. അടുത്ത ചോദ്യം: എന്തെല്ലാം ശിഷ്യന്മാർ അവനോട് ചോദിച്ചില്ല? ആ സ്ത്രീയോട് എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ. അടുത്തത്: ആ സ്ത്രീ എന്ത് ചെയ്തിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു എന്നാണ് യോഹന്നാൻ 4:28 കാണുന്നത്? ഉത്തരം: കുടം അവിടെ വെച്ചിട്ട്. അടുത്ത ചോദ്യം: ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഉത്തരം: യേശുവിനെ മനസ്സിലാക്കിയ സമരിയാക്കാരി പട്ടണത്തിൽ പോയി ആളുകളോട് പറഞ്ഞതാണിത്. അടുത്ത ചോദ്യം: പട്ടണത്തിലെ ജനങ്ങൾ സമരിയാക്കാരി പറഞ്ഞത് കേട്ട് എങ്ങനെ പ്രതികരിച്ചു? ഉത്തരം: ജനങ്ങൾ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിന്റെ അടുത്ത് വന്നു. അടുത്ത ചോദ്യം: ശിഷ്യന്മാർ യേശുവിനോട് റബ്ബി, ഭക്ഷണം കഴിച്ചാലും എന്ന് അപേക്ഷിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അടുത്ത ചോദ്യം: നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞതെന്ത്? ഉത്തരം: ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ? അടുത്ത ചോദ്യം: എന്താണ് തന്റെ ഭക്ഷണം എന്നാണ് യേശു വിശദീകരിച്ചത്? ഉത്തരം: എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അടുത്ത ചോദ്യം: 4 മാസം കൂടി കഴിഞ്ഞാൽ ഡാഷ് ആയി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? പൂരിപ്പിക്കുക. ഉത്തരം: വിളവെടുപ്പായി. അടുത്ത ചോദ്യം: വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കാൻ തക്കവണ്ണം അവൻ കൂലി വാങ്ങി എവിടേക്കാണ് ഫലം ശേഖരിക്കുന്നത്? ഉത്തരം: നിത്യജീവിതത്തിലേക്ക്. അടുത്ത ചോദ്യം: 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് യേശു എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. അടുത്ത ചോദ്യം: ഡാഷ് എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം: വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. അടുത്ത ചോദ്യം: നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു?
ഉത്തരം യേശു ശിഷ്യന്മാരോട്. അടുത്ത ചോദ്യം, ആരുടെ സാക്ഷ്യം മൂലമാണ് പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിച്ചത്? ഉത്തരം സമരിയാക്കാരിയുടെ സാക്ഷ്യം മൂലം. അടുത്ത ചോദ്യം, സമരിയാക്കാരി സ്ത്രീയുടെ എങ്ങനെയുള്ള സാക്ഷ്യം മൂലമാണ് പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിച്ചത്? ഉത്തരം ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം. അടുത്ത ചോദ്യം, സമരിയാക്കാർ യേശുവിന്റെ അടുത്ത് വന്ന് എന്താണ് അപേക്ഷിച്ചത്? ഉത്തരം തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അടുത്ത ചോദ്യം, യേശു എത്ര ദിവസം സമരിയാക്കാരോടൊത്ത് താമസിച്ചു? ഉത്തരം 2 ദിവസം. അടുത്ത ചോദ്യം, അവന്റെ ഡാഷ് ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം വചനം. അടുത്ത ചോദ്യം, ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് ആരാണ് മനസ്സിലാക്കിയതായി യോഹന്നാൻ 4:42 കാണുന്നത്? ഉത്തരം സമരിയാക്കാർ. അവർ സമരിയാക്കാർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം എന്ത്? ഉത്തരം കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം, 4-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം, സമരിയായിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞ് യേശു എവിടേക്ക് പോയെന്നാണ് യോഹന്നാൻ 4:43 കാണുന്നത്? ഉത്തരം ഗലീലയിലേക്ക് പോയി. അടുത്ത ചോദ്യം, എന്താണ് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന്. അടുത്ത ചോദ്യം, ഗലീലയിൽ ചെന്ന യേശുവിനെ ഗലീലിയക്കാർ സ്വാഗതം ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, കാന എവിടെയാണ്? ഉത്തരം ഗലീലിയിൽ. അടുത്ത ചോദ്യം, കഫർനാമിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഒരു രാജസേവകൻ. അടുത്ത ചോദ്യം, ആരുടെ മകനാണ് രോഗബാധിതനായിരുന്നത്? ഉത്തരം രാജസേവകന്റെ. അടുത്ത ചോദ്യം, എന്തു കേട്ടപ്പോഴാണ് രാജസേവകൻ ചെന്ന് തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചത്? ഉത്തരം യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നുവെന്ന് കേട്ടപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, തന്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ച രാജസേവകനോട് ആദ്യം യേശു എന്തു മറുപടിയാണ് പറഞ്ഞത്? ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അടുത്ത ചോദ്യം, യേശുവിന്റെ ആദ്യത്തെ മറുപടി കേട്ട രാജസേവകൻ വീണ്ടും എന്താണ് അവനോട് അപേക്ഷിച്ചത്? ഉത്തരം കർത്താവേ, എന്റെ മകൻ മരിക്കും മുൻപ് വരേണമേ. അടുത്ത ചോദ്യം, എന്റെ മകൻ മരിക്കും മുൻപ് വരണമേ എന്ന് പറഞ്ഞ രാജസേവകനോട് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. അടുത്ത ചോദ്യം, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ആര്? രാജസേവകൻ. വചനം വിശ്വസിച്ച് പോയ രാജസേവകൻ എന്ത് വാർത്തയാണ് കേട്ടത്? ഉത്തരം പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, ഏതു സമയത്താണ് രാജസേവകന്റെ മകന്റെ പനി വിട്ടുമാറിയതായി പറയുന്നത്? ഉത്തരം 7-ാം മണിക്കൂറിൽ. അടുത്ത ചോദ്യം, നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞ സമയം ഏതായിരുന്നു? 7-ാം മണിക്കൂർ. അടുത്ത ചോദ്യം, അവനും കുടുംബവും മുഴുവനും ഡാഷ് യോഹന്നാൻ 4:53 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം വിശ്വസിച്ചു. അടുത്ത ചോദ്യം, യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ
യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? ഉത്തരം രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ആദ്യത്തെ അടയാളം ഏത്? കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയത്.